ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നു ഈസി കുക്കിംഗ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോഴേക്കും ആ കേക്കിൻ്റെ ട്രേയിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടും നമ്മൾ അടിയിൽ ബട്ടർ പേപ്പർ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ആ ബട്ടർ പേപ്പർ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ A4 ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിപ്പോൾ 2 A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബുക്കിലുള്ള പേപ്പർ കൊണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം A4 ഷീറ്റിൻ്റെ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പേപ്പർ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ആ ട്രേയുടെ അളവിന് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതും പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ആ പേപ്പറിൻ്റെ പുറത്തേക്ക് ട്രേ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുവാണ്. നമ്മളിതാ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മളിത് നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, ഫുള്ളി നമ്മൾ ബട്ടർ പേപ്പർ കുറേ ഒന്നും ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നേരെ എടുത്തിട്ട് മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ തൽക്കാലം ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന ആ സമയമാണ് ബട്ടർ പേപ്പർ ഉടനെ തന്നെ മേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, അധികം സമയമൊന്നും ആവശ്യമില്ല. നമ്മുടെ ആ മാവൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു 2 സെക്കൻഡ് മതിയാവും നമ്മുടെ ഈ ബട്ടർ പേപ്പർ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വയ്ക്കുവാണ്. അടുത്ത് ഞാൻ ഇതിൻ്റെ ഈ സൈഡിലും കൂടെ ബട്ടർ പേപ്പർ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ആ A4 ഷീറ്റ് പേപ്പറിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു പാത്രത്തിൻ്റെ എത്ര ഹൈറ്റ് ഉണ്ടോ ആ ഹൈറ്റിൻ്റെ അവിടെ നമ്മളിങ്ങനെ പെൻസിൽ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ച് പൊക്കത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ രീതിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള അതിൽ ഒരു സൈഡ് ഞാനിതൊന്ന് തേച്ച് കൊടുക്കുവാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഈ സമയം നിങ്ങൾക്ക് കൈകൊണ്ടൊന്ന് തേച്ച് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ തൽക്കാലം ബട്ടർ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ബട്ടർ ഒരു സൈഡ് മാത്രമേ ഞാൻ തേച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ നമ്മുടെ ആ പാത്രം ഉണ്ടല്ലോ, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്കും നമ്മൾ ജസ്റ്റ് ഒരു സൈഡ് നമ്മൾ ആ പാത്രത്തിൻ്റെ സൈഡിലും എല്ലാ വശങ്ങളിലേക്കും നമ്മളൊന്ന് ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായിരുന്നാലും മതി. അതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ ഒരു വശത്താണ് നമ്മൾ ബട്ടർ തേച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിവശത്ത് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നില്ല. ആ അടിവശം വേണം നമ്മൾ ബട്ടർ തേച്ച് ആ പാത്രത്തിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കൈവശം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ തന്നെയാണ് സൈഡിലുള്ളത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അഥവാ നമുക്കിപ്പോൾ ഇങ്ങനെ ഈ കുറേ ബട്ടർ പേപ്പർ തയ്യാറാക്കി വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. ആ ഷീറ്റിലേക്ക് ഫുള്ളി ബട്ടർ 2 സൈഡും ഒന്ന് തേച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് സാധാരണ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഒരു ദിവസം പുറത്ത് വെച്ചിരുന്നിട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അത് കാരണം കേക്ക് നല്ല അടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകാതെ നല്ല ഒരു പെർഫെക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ബട്ടർ പേപ്പർ വാങ്ങുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ബട്ടർ പേപ്പർ നമ്മുടെ A4 ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.